കുമളിയിൽ തെരുവ് നായയുടെ കടിയേറ്റവർക്ക് പേ വിഷബാധ പ്രതിരോധ വാക്സിനും ചികിത്സയും ലഭിച്ചില്ലെന്ന് പരാതി. ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടേണ്ടി വന്നുവെന്ന് ബന്ധുക്കൾ. കുട്ടികളടക്കം 4 പേർക്കാണ് നായയുടെ കടിയേറ്റത്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായാണ് കുമളിയിൽ തെരുവുനായ ആക്രമണമുണ്ടായത്. കുമളി കൊല്ലം പട്ടട സ്വദേശികളായ 14 വയസ്സുകാരൻ ശ്രീനന്ദ, 13 വയസ്സുകാരി ജസ്ന, 10 വയസ്സുള്ള അനിരുദ്ധ് എന്നീ കുട്ടികളെ ഇന്നലെ സന്ധ്യയോടെയാണ് നായ കടിച്ചത്. ഇന്ന് രാവിലെ കൊല്ലം പട്ടട CSI പള്ളിയിലെ വൈദികനായ വിജയനും നായയുടെ കടിയേറ്റു. കുട്ടികളെ രാത്രി കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചെങ്കിലും ഡോക്ടർ ഉണ്ടായിരുന്നില്ല. തുടർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും പ്രതിരോധ കുത്തിവയ്പ്പില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. ആശുപത്രിയിലെ ആംബുലൻസ് പോലും വിട്ടു നൽകിയില്ലെന്നും കടിയേറ്റ കുട്ടികളുടെ ബന്ധുക്കൾ പറഞ്ഞു. 3 കുട്ടികളെ പട്ടി കടിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ കുമളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ യാതൊരുവിധ ഒരു സംവിധാനങ്ങളുമില്ല. ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചികിത്സ പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആംബുലൻസ് ആവശ്യപ്പെട്ടപ്പോൾ ആംബുലൻസിനകത്ത് മരുന്ന് കയറ്റി വെച്ചിരിക്കുകയാണെന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഒരു സാധാരണക്കാരന് ഒരാവശ്യം വന്നാൽ ഇതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടി ചെല്ലാൻ കഴിയുന്ന ആശുപത്രിയാണ് കുമളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അവിടെ മരുന്നും മറ്റു സംവിധാനങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ ജീവന് ഒരു സുരക്ഷയും നൽകാത്ത ഒരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഒരു ക്ലിനിക് സ്റ്റാഫുമുണ്ട്, ഒരു നേഴ്സും ഉണ്ട്. അവിടെ വെച്ചപ്പോഴേക്ക് ഡോക്ടറില്ല, ഇതിന് പ്രതിവിധിയില്ല, നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനാണ് അവർ പറയുന്നത്. രണ്ടിടത്തും ചികിത്സ കിട്ടാതെ വന്നതോടെയാണ് 100 കിലോമീറ്ററിലധികം ദൂരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്നു. കടിയേറ്റ 4 പേരും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. കുട്ടികളെയും വൈദികനെയും ആക്രമിച്ച നായ കാട്ടിലേക്ക് ഓടിപ്പോയതായും പേയുള്ളതായി സംശയിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.